കളമശ്ശേരി പോളിയിലെ കഞ്ചാവ് ഇടപാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്ന് പോലീസ്. വിൽപ്പന ഓഫർ നിരക്കിൽ. റെയ്ഡിന് വഴിവെച്ചത് പ്രിൻസിപ്പൽ നൽകിയ കത്ത്. 2 പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി കസ്റ്റഡിയിൽ. കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ അന്വേഷണം. ആലപ്പുഴയിൽ MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിലായത് അന്വേഷിക്കുന്നതിൽ പോലീസ് ഒത്തുകളിയെന്ന ആക്ഷേപം. കടക്കലിന് പിന്നാലെ കണ്ണൂർ കതിരൂർ ശ്രീ കുറുവാക്കാവിലും CPM കൊടിയും പാർട്ടി ഗാനവും. പരാതി നൽകുമെന്ന് ഹിന്ദു ഐക്യവേദി. കൊല്ലം കടക്കൽ ക്ഷേത്രോത്സവം പാർട്ടി വേദിയാക്കിയത് അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാന്റെ നിർമ്മാണത്തിൽ നിന്ന് ലൈക്ക പിന്മാറി. മോഹൻലാലിന്റെ ആശീർവാദ് ഫിലിംസുമായി തർക്കമെന്ന് സൂചന. ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുത്തു. റിലീസ് മാർച്ച് 17 തന്നെ. DGP MR അജിത് കുമാറും പോലീസ് മേധാവി പരിഗണനാ പട്ടികയിൽ. കേന്ദ്രത്തോട് 6 പേരുകൾ നിർദ്ദേശിച്ച് കേരളം. പുതിയ DGPയെ നിയമിക്കേണ്ടത് ഷേഖ് ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുന്ന ജൂണിൽ. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിന് ആശ്വാസം. പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് പോലീസ്. തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. കർണാടകത്തിൽ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിം സംവരണം. 4% കരാറുകളിൽ സംവരണത്തിന് മന്ത്രിസഭാ അംഗീകാരം. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയമെന്ന് BJP. അനിശ്ചിതത്വത്തിനൊടുവിൽ സ്പേസ് X Crew 10 യാത്ര തിരിച്ചു. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര ഉടൻ. പേടകത്തിൽ 4 ബഹിരാകാശ സഞ്ചാരികൾ. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കോളേജിൽ ലഹരി എത്തിച്ചത് ഇവരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ നിർണായകമായത് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ്. അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥിക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. ആഷിഖും ഷാരിഖുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും തൃക്കാക്കര ACP PV ബേബി. കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽക്കുന്നത് ഓഫറിലാണെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. 500 രൂപയുടെ കഞ്ചാവ് മുൻകൂറായി പണം നൽകിയാൽ 300 രൂപയ്ക്ക് ലഭിക്കും. അതേസമയം ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് കേസിൽ നിർണായകമായത്. വെള്ളിയാഴ്ച കോളേജിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിൽ മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ അതിനായി പണപ്പിരിവ് നടത്തിയെന്നും പ്രിൻസിപ്പൽ കൊച്ചി DCPക്ക് അയച്ച കത്തിൽ പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നവമി, ഇതിൽ രാഷ്ട്രീയവും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. SFI ആണോ KSU ആണോ ഉത്തരവാദികൾ എന്ന തർക്കം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് എന്തെല്ലാം പുതിയ കാര്യങ്ങളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്? മഞ്ജുഷ്, പോലീസ് ഇതിലൊരു ഏത് ഈ പറയുന്ന പോലെ KSU ആണോ SFI ആണോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളാണോ ഉൾപ്പെട്ടിട്ടുള്ള എന്ന തരത്തിലുള്ള ഒരു അന്വേഷണങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രതികരണങ്ങളിലേക്കോ ഒന്നും പോലീസ് പോകുന്നില്ല. പകരം പോലീസ് പറയുന്നത് വിദ്യാർത്ഥികളാണ് ഈ ലഹരി കച്ചവടം നടത്തിയത്, അതുകൊണ്ട് അവരിലേക്കുള്ള ഒരു അന്വേഷണം, ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, എവിടെ നിന്നാണ് ഇവർക്ക് ലഹരി ലഭിക്കുന്നത്, എത്ര രൂപയാണ് ഇവർ നൽകുന്നത്, ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്തി അത് പാടെ നശിപ്പിക്കുക എന്ന
എന്നൊരു ലക്ഷ്യം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേര് ആഷിഖും ഷാരിഖും ഇവർ രണ്ടുപേരും കോളേജിൽ ഹോസ്റ്റലിൽ അടക്കം ലഹരികൾ എത്തിക്കുന്നവരാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതും ഈ കഞ്ചാവ് ഓഫറിലാണ് നൽകുന്നത്. 500 രൂപയുടെ കഞ്ചാവ് നേരത്തെ തുക കൊടുത്തു കഴിഞ്ഞാൽ 300 രൂപയ്ക്ക് ലഭിക്കും. അങ്ങനെ ഓഫറുകൾ നൽകിക്കൊണ്ടാണ് കഞ്ചാവ് വിൽക്കുന്നതെന്നും പോലീസിന് മനസ്സിലാകുന്ന സാഹചര്യം. ഒപ്പം ഇവർക്ക് എവിടെ നിന്നാണ് ഈ ലഹരി എത്തുന്നത് അതിലൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പേര് ഈ പിടിയിലായവർ പോലീസിന് നൽകിയിട്ടുണ്ട്. പക്ഷെ അയാൾ തന്നെയാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ആ രീതിയിലേക്കുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഒപ്പം മറ്റു കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി കൂടി പരിഗണിച്ചുകൊണ്ട് പെട്ടെന്നൊരു അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ ഒന്നും പോകാതെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ചോദ്യം ചെയ്താൽ മതി എന്നൊരു നിലപാട് കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ KSU SFI എന്ന ഒരു രാഷ്ട്രീയം കൂടിക്കലർത്താതെ ലഹരിക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടുന്നു, അതിന്റെ ഭാഗമായി തന്നെ ഈ കേസിനെ കണ്ടാൽ മതി എന്ന നിലപാട് തന്നെയാണ് ഇതിനു മുൻപ് തന്നെ നേരത്തെ തന്നെ പല സംഘടനകളും സ്വീകരിച്ചിരിക്കുന്നത്. ശരി, നവബി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലഹരി കേസ് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ശക്തമായ നടപടി ഉണ്ടാകും. ലഹരി വേട്ടയിൽ രാഷ്ട്രീയം കാണുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. ചിലരുടെ താല്പര്യം ലഹരി ഇല്ലാതാക്കലാണോ SFI ഇല്ലാതാക്കലാണോ എന്ന് തോന്നിപ്പോകും. നമ്മൾ ഇതിലെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ LDF ആയാലും UDF ആയാലും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടവരാണ്. അതിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് ലഹരി ആകെ ഇവിടെ വ്യാപകമാവണം എന്ന് ആഗ്രഹമില്ല. യുവജന വിദ്യാർത്ഥി സംഘടനകൾ എടുത്ത് പരിശോധിച്ചാലും യുവജന വിദ്യാർത്ഥി സംഘടനകളും വളരെ നല്ല നിലയിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് SFI പോലൊരു വിദ്യാർത്ഥി സംഘടന. ലഹരി കേസ് പ്രതികൾക്ക് CPM രാഷ്ട്രീയ അഭയം നൽകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യുവജന വിദ്യാർത്ഥി സംഘടനയെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. അല്ല, ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കും. കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട്. ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത്. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കാൻ പറ്റുമോ? പൊളിറ്റിക്കൽ പേട്രണേജ് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ? ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ആരായിരുന്നു അതിന്റെ പുറകിൽ? ഒരു ലോഡ് പിടിച്ചല്ല, ആരായിരുന്നു അതിന്റെ പുറകിൽ? നിങ്ങൾ അന്വേഷിക്കുക, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. അവരതിൽ നിന്ന് മാറ്റണം. മുതിർന്ന നേതൃത്വം പറഞ്ഞ് 8 ദിവസത്തിനിടെ സംസ്ഥാനത്ത് പിടികൂടിയത് 1.9 കോടി രൂപയുടെ ലഹരി മരുന്നാണ്. ഇന്നും വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടപടി ശക്തമാക്കുമ്പോഴും ഓരോ ദിവസവും പിടിച്ചെടുക്കുന്ന ലഹരിയുടെ അളവിൽ കുറവില്ല. കണ്ണൂരിലെ നുച്ചിയാട് വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിറ്റ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മുബഷീർ, ഹക്കീം, കോമള എന്നിവരാണ് പിടിയിലായത്. പുനലൂരിൽ 30 കിലോ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി മൈനാഗപ്പള്ളി സ്വദേശി ഷിബുവും അറസ്റ്റിലായി. വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം കേരളത്തിലെത്തിയപ്പോഴാണ് ഇയാൾ വലയിലായത്. എറണാകുളം ചേരാനെല്ലൂരിൽ യുവാവ് പിടിയിലായത് 1 കിലോ കഞ്ചാവുമായി. കൊല്ലം പ്ലാച്ചേരി സ്വദേശി കൃഷ്ണകുമാറിൽ നിന്ന് പിടിച്ചതിൽ 120 ഗ്രാം MDMAയും. ഓപ്പറേഷൻ ക്ലീൻ സ്ട്രീറ്റിൽ 8 ദിവസത്തിനിടെ 1.9 കോടിയുടെ ലഹരി മരുന്നാണ് പിടികൂടിയത്. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് നടത്തിയ റെയ്ഡിലാണ് ലഹരിമരുന്ന് പിടിച്ചത്. മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡാണ് എക്സൈസ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, News 18. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്, സോഷ്യൽ മീഡിയയുടെ.
വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കൊല്ലം കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവ ഗാനത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ഉത്സവം രാഷ്ട്രീയവൽക്കരിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് CPM എന്ന് VD സതീശൻ വിമർശിച്ചു. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ഉത്സവ ദിനത്തിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗായകൻ അലോഷി അവതരിപ്പിച്ച സംഗീത പരിപാടിയിൽ വിവാദം അവസാനിക്കുന്നില്ല. പ്രചരണ ഗാനങ്ങൾക്കൊപ്പം സ്റ്റേജിലെ LED വാളിൽ DYFIയുടെ കൊടിയും CPMന്റെ ചിഹ്നവും പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. സംഭവത്തിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉറപ്പ്. ഇത് ഉപദേശകരുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശ സമിതിയാണ്. ആ ഉപദേശ സമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. ഏത് ക്ഷേത്രങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിന് നിർബന്ധമാണ്. അത് കോടതിയുടെ കൃത്യമായ വിധിയാണ്. ക്ഷേത്രത്തിലെ രാഷ്ട്രീയ പ്രചരണത്തിൽ ഗവർണർ ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആദർശ് ഭാർഗവൻ ഗവർണർക്കും ദേവസ്വം മന്ത്രിക്കും പരാതി നൽകി. BJPക്ക് അവസരമൊരുക്കാനാണ് CPM ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. നാണംകെട്ട പാർട്ടി, അവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇവരൊന്നും പാട്ടുപാടാൻ വേറെ സ്ഥലമൊന്നുമില്ലേ? അമ്പലത്തില്, ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലെ ഗാനമേളൊക്കെയാണ്. പുഷ്പനെ അറിയാമോന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോട്. വേറെ പണി നോക്കാൻ പറയും. ഇവര് ഏത് ലോകത്തെ ജീവിക്കുന്നത്? അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അതാ പ്രശ്നം. പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ വിവാദത്തെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലും എതിർത്തും അനുകൂലിച്ചും വാക്പോര് മുറുകുകയാണ്. ന്യൂസ് 18 കൊല്ലം. കണ്ണൂരിലും ക്ഷേത്രോത്സവത്തിനിടെ CPM പതാകയും ഗാനവും. കതിരൂർ പുല്ലിയോട് ശ്രീ കുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിലാണ് ചെഗുവേരയുടെ കൊടിയും പാർട്ടിയുടെ ഗാനവും. 2 ദിവസം മുമ്പായിരുന്നു ഇത്. കൂടുതൽ വിവരങ്ങളുമായി സുമേഷ് മൊറാഴ ചേരുകയാണ്. സുമേഷ്, ഇതിപ്പോൾ ഘോഷയാത്രയുടെ ഭാഗമായിട്ടാണോ ഇങ്ങനെ നടന്നത്? എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ ഇതിനെതിരെ? മഞ്ജുഷ്, ഇതൊരു ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കലശം വരവ് ചടങ്ങാണ്. ഈ കലശം വരവ് ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ CPMന്റെ ഭാഗമായി, അതായത് ഇവർക്കൊക്കെ, അതായത് ഭക്തജനങ്ങൾക്കൊക്കെ വ്രണം വരുത്തുന്ന രീതിയിൽ, അവരുടെ ആചാരങ്ങൾക്ക് വ്രണം വരുത്തുന്ന രീതിയിലുള്ള ഇത്തരം ഒരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് കലശം വരവിനിടെ ചെഗുവേരയുടെ കൊടി ഉയർത്തുന്നു, ചെഗുവേരയുടെ ചിത്രമടങ്ങിയ കൊടി ഉയർത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അതുപോലെ തന്നെ CPM ഗാനം ആലപിക്കുന്നു. ഇതാണ്
ഈ ചടങ്ങിന്റെ ഭാഗമായി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ, അതായത് CPM-ന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ അവിടെ നടന്നത്, സ്വാഭാവികമായും അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഭക്തജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രയാസം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യവേദി ഇതിനെതിരെ പരാതി നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു ആഘോഷത്തെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാരത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തകർ അവിടെ ചെയ്തത്. എന്നാൽ CPM-ന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രാദേശിക പ്രവർത്തകർ പറയുന്നത് സ്വാഭാവികമായി അതിനകത്ത് ആഘോഷത്തെ, അതായത് ഉത്സവത്തിനെതിരെ ആയിരുന്നില്ല ഞങ്ങളുടെ ഇത്തരം പരിപാടികൾ. സ്വാഭാവികമായും അവിടെ സാധാരണ ഉത്സവം നടക്കാറുള്ള സ്ഥലങ്ങൾ, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊരു പാർട്ടി ഗ്രാമം കൂടിയാണ്. സ്വാഭാവികവും അത്തരം ഗ്രാമങ്ങളിൽ അതേ ആചാരങ്ങളെ വ്രണപ്പെടുത്താതെ രീതിയിൽ ഇത്തരം പരിപാടികൾ സാധാരണ CPM സംഘടിപ്പിക്കാറുണ്ട്, ആഘോഷങ്ങൾ നടക്കാറുണ്ട്. റോഡിലൂടെ പോകുന്ന ഒരു കലശം വരവാണ്. കലശം വരവിനിടയിൽ CPM-ന്റെ ഭാഗമായി അല്ല പ്രവർത്തകർ അത്തരം രീതിയിലുള്ള ഒരു പ്രകടനം മാത്രമാണ് അവിടെ നടത്തിയെന്നാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന്. ശരി, സുമേഷ് മൊറാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കടക്കലിന് പിന്നാലെ ഇപ്പോൾ കണ്ണൂർ, കതിരൂർ, പുല്ലിയോട്, ശ്രീ കുറുമ്പാക്കാവിലാണ് CPM-ന്റെ ഈ പ്രചാരണം. മറ്റൊരു വാർത്തയിലേക്ക്. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസ് സിനിമ തിയേറ്ററുകളിൽ എത്തിക്കും. വിവരങ്ങളുമായി MS ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഇതിനെതിരിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായിട്ട് വന്നിട്ടുണ്ടോ? അവരുടെ എന്തെങ്കിലും റിലീസ് വന്നിട്ടുണ്ടോ? എന്താണ് ഈ ഒരു കാരണം? ഇപ്പോൾ കിട്ടുന്ന വിവരം എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റുകൾ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസും ലൈക്കയും മുന്നോട്ട് വെച്ചിരുന്നില്ല. അപ്പോൾ തന്നെ തുടങ്ങിയ ഒരു സംശയമാണ് ലൈക്കയും ഇതുമായി ബന്ധപ്പെട്ട് പിന്തിരിയുന്നു എന്നുള്ളത്. അനൗദ്യോഗികമായിട്ടുള്ള പല റിപ്പോർട്ടുകളും അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായി ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ശ്രീ ഗോകുലം മൂവീസ് എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഏറ്റെടുക്കുകയാണ്. ആശീർവാദ് സിനിമാസിനോടൊപ്പം ഏറ്റെടുക്കുമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ലൈക്ക പിന്മാറിയതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് സിനിമകൾ, ലൈക്കയുടേതുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ലൈക്ക പ്രൊഡക്ഷൻസ് പോകുന്ന ഒരു കാഴ്ചയിലേക്കുണ്ടായിരുന്നു. തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ സാമ്പത്തിക വിജയങ്ങൾ, തമിഴിലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളായ രജനീകാന്ത്, അജിത്ത് തുടങ്ങിയവരുടെ സിനിമകളൊക്കെ തന്നെ ലൈക്ക നിർമ്മിക്കുകയും അത് വലിയ പരാജയമായി മാറുകയും ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ലൈക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷേ എമ്പുരാനിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ലൈക്ക അവസാന നിമിഷത്തിൽ ഈ പിന്മാറുന്നത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പോലും ഒരു തിരിച്ചടിയാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കൃത്യമായി എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുന്നില്ല. വിതരണവും നിർമ്മാണാവകാശവും ഇത് രണ്ടുമാണ് ലൈക്കയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്നുമാണ് ലൈക്ക പിന്മാറുന്നത്. പകരം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അതിന് കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാർച്ച് 27 തന്നെ ചിത്രം റിലീസിനെത്തും. റിലീസ് തീയതിക്ക് മാറ്റമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മഞ്ജുഷ്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ 1.5 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അലക്സേജ് വർക്കലയിൽ കഴിഞ്ഞിരുന്നത് സോയ വില്ല എന്ന ഹോം സ്റ്റേയിലാണ്. 5 വർഷത്തിനിടെ പലതവണ ഇവിടേക്ക് വന്നു പോവുകയായിരുന്നു. പിടിയിലാകും മുൻപ് കുടുംബാംഗങ്ങളെ റഷ്യയിലേക്ക് അയക്കുകയും ചെയ്തു. വർക്കലയിൽ നിന്ന് VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വർക്കലയിലെ സോയാവില്ല എന്ന ഹോം സ്റ്റേയിലാണ് ഈ അലക്സേജ് എന്ന അന്താരാഷ്ട്ര കുറ്റവാളി കാലങ്ങളായി കഴിഞ്ഞിരുന്നത്. 11 രാവിലെ ഇവിടെ നിന്ന് ഭാര്യയും കുഞ്ഞിനെയും ബന്ധുവിനെയും റഷ്യയിലേക്ക് കടക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ഒരു നീക്കം നടത്തുന്നു, രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പ്രതി ഇവിടെ നിന്ന് വൈകിട്ടോടുകൂടി ഈ വീട് വിട്ടു പോകാൻ ശ്രമിക്കുമ്പോഴാണ് ബീച്ച് പോലീസ് ഇവിടേക്ക് എത്തുന്നതും പ്രതിയെ പിടികൂടുന്നതും. ആ സമയത്ത് 50,000 രൂപ പോലീസിന് കൈക്കൂലി കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു നീക്കം കൂടി ഈ അന്താരാഷ്ട്ര കുറ്റവാളി നടത്തുന്നുണ്ട്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അടക്കം 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി. തീവ്രവാദ സംഘങ്ങളുമായുള്ള ബന്ധം, ലഹരി കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, ആ തരത്തിലൊക്കെ ഡാർക്ക് നെറ്റിൽ വലിയ ഇടപെടൽ, സജീവമായ ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് അവരുടെ ഹോം സ്റ്റേ ആയിട്ട് എടുത്തേക്കുന്നുണ്ടെങ്കിലും അവരുടെ ടൂറിസ്റ്റുകളെ വരുത്തുകയും അവിടെ താമസിപ്പിക്കുകയും അവരൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിലിരിക്കുന്ന സ്കൂട്ടേഴ്സ് വരെ അവർ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പം ഓരോ ടൈമിലും ഓരോ ആൾക്കാരാണ് വരുന്നത്. അവർ വന്ന് ചിലപ്പോൾ ഒരു വിസ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു 3 മാസം, ചിലപ്പോൾ 1 മാസം, 2 മാസം അങ്ങനെ നിന്ന് പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ആവുന്നതുകൊണ്ട് ഇവരെ കൂടുതലാരും ശ്രദ്ധിക്കാറുമില്ല. പിന്നെ ഇവർക്ക് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രം അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുക, മറ്റെന്തെങ്കിലും വീടുകൾ എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ ഇവർ അടുപ്പം ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ ടൈം അവർ വീട്ടിൽ തന്നെ ആയിരിക്കും.
തീർച്ചയായിട്ടും ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശി ഏറ്റവും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ വർക്കല തന്നെ ചൂസ് ചെയ്തത്. കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണ്, കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ക്രിമിനലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയില്ലാതിരിക്കില്ല. അപ്പോൾ അത്രയും ഗ്രാവിറ്റിയോടുകൂടി പുള്ളി ചിന്തിച്ച് പുള്ളി സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വന്ന് പെട്ടത് കേരള പോലീസിന്റെ മുമ്പേ ആയിപ്പോയി. അവർ പൊക്കുകയും ചെയ്തു. എന്തായാലും അവർക്കൊരു അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതാണ്. ഇത്രയും വലിയ, കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര കുറ്റവാളിയെ പിടിക്കുക എന്ന് പറയുന്നത്. പിടിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് കേരള പോലീസിനും അഭിമാനിക്കാൻ കഴിയുന്നൊരു നിമിഷം തന്നെയാണ്. കാരണം CBIയുടെ ഇടപെടലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ ട്രേസ് ചെയ്യുന്നതിനും പിടികൂടുന്നതിനും കൃത്യമായി ചോദ്യം ചെയ്ത് ഇപ്പോൾ പട്യാല കോടതിക്ക് കൈമാറുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നത് അഭിനന്ദന അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കില്ല. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് നിയമോപദേശം കിട്ടിയതോടെയാണ് പോലീസ് ഈ തീരുമാനമെടുത്തത്. ജോർജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗും തീരുമാനമെടുത്തിട്ടില്ല. PC ജോർജിന് ആശ്വാസമാകുന്നതാണ് പോലീസിന്റെ തീരുമാനം. മീനച്ചിൽ താലൂക്കിൽ നിന്ന് 400ഓളം കുട്ടികൾ ലവ് ജിഹാദിലൂടെ നഷ്ടമായിട്ടുണ്ട് എന്ന പരാമർശത്തിൽ കേസെടുക്കില്ല. ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷം ജനിപ്പിക്കുന്ന ഒന്നുമില്ല എന്ന് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നു. പരാതികൾ കൂടിയതോടെ നിയമോപദേശം തേടുകയായിരുന്നു. ഈ നിയമോപദേശത്തിൽ ആണ് കേസെടുക്കാൻ തക്കവണ്ണം പരാമർശമില്ല എന്ന് വ്യക്തമാകുന്നത്. ജോർജിന് പിന്തുണയുമായി BJPക്ക് പുറമെ സിറോ മലബാർ സഭയും രംഗത്തുവന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ജോർജ് പറഞ്ഞത് വസ്തുതയാണ് എന്നായിരുന്നു സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക പ്രസ്താവന. ഇതിനു പിന്നാലെ തിടുക്കത്തിൽ കേസെടുത്ത് കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായാൽ BJPക്ക് രാഷ്ട്രീയ നേട്ടം ആകുമെന്നും സർക്കാർ വിലയിരുത്തി. അതേസമയം മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. PC ജോർജിനെതിരെ ലീഗ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നീക്കുമെന്ന് ആശാ വർക്കർമാർ. സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് സമരക്കാരുടെ പ്രതീക്ഷ. മറ്റന്നാളാണ് ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. ആശമാരുടെ സമരം അനാവശ്യമെന്ന് ആവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ആശാ വർക്കർമാരുടെ സമരാവേശത്തിന് തെല്ലും കുറവില്ല. 34ാം ദിനത്തിലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആശമാർ എത്താതിരിക്കാൻ CITUവിന്റെ ഭീഷണി നിലനിൽക്കുന്നുവെന്ന് ആശാ വർക്കർമാർ ആരോപിക്കുന്നു. കൊല്ലം ജില്ലയിൽ അവിടുത്തെ DPMന്റെ നേതൃത്വത്തിൽ നേരിട്ടിറങ്ങി ഈ സമരത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DPM നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സെന്ററുകളിലും പോയി സമരത്തിൽ പങ്കെടുക്കുന്നവരെ വിളിച്ചിരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. ഇതിനിടെ ആശമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. ചിലരുടെ തലയിൽ ഉദിച്ച രാഷ്ട്രീയ ബുദ്ധിയാണിതെന്നും ജയരാജൻ. ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിന് ഞങ്ങൾക്കൊരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. EP-യുടെ വിമർശനത്തിന് ആശാ വർക്കർമാരുടെ മറുപടി ഇങ്ങനെ: ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്, ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. എന്റെ അവകാശത്തിനാണ് ഞാൻ വന്നത്. ഞാനല്ലാതെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല. എന്റെ അവകാശം വാങ്ങാൻ, ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ അവകാശം വാങ്ങാൻ മാത്രമാണ് ഞാൻ വരുന്നത്. എല്ലാവരും അതുപോലെയാണ്. എന്താണ് പാർട്ടി പറയാതിരിക്കുന്നത്? ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ അധ്വാനിച്ച പൈസയാണ് ഞങ്ങൾ വന്നത്. അല്ലാതെ ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. ജയരാജ സാറിന് ഒന്നും അറിയില്ല. ഈ ആരെ പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു കുഞ്ഞാ, ഒരു ചുക്കും അറിയില്ല കേട്ടാ, കുഞ്ഞു വാവയാ. അതേസമയം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. പാലോട് സ്വദേശി അനിതാകുമാരിക്കാണ് വീട് 7 ദിവസത്തിനകം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് മേധാവിയായി DGP MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറി. പട്ടികയെ ചൊല്ലി വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 2025 ജൂണിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. ഈ ഒഴിവിലേക്ക് തയ്യാറാക്കിയ പട്ടികയിലാണ് MR അജിത് കുമാറും ഇടം പിടിച്ചത്. നിരവധി ആരോപണങ്ങളെ തുടർന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. വിവിധ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നുണ്ട്.
30 വർഷം IPS സർവീസ് പൂർത്തിയാക്കുന്നവരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ എ ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരുമുണ്ട്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി വിരമിക്കുന്നതിന് മുന്നോടിയായി 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവരും വിരമിക്കാൻ കുറഞ്ഞത് 6 മാസം കാലാവധി ശേഷിക്കുന്നതുമായ കേരള കേഡറിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കി സംസ്ഥാനം കൈമാറിയ 7 പേരുടെ പട്ടികയിൽ നിന്നും 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറും. ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ പട്ടികയിൽ MR അജിത് കുമാർ ഇടം പിടിച്ചാൽ സർക്കാരിന് പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയമിക്കുന്നതിന് തടസ്സമില്ല. UPSC ചെയർമാൻ, വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പട്ടികയിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നത്. സംസ്ഥാന സർക്കാർ കൈമാറിയ പട്ടികയിൽ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളാണ്. തൊട്ടുപിന്നിൽ റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയ്ക്കാണ് സീനിയോറിറ്റിയിൽ 3ാം സ്ഥാനം. MR അജിത് കുമാറിന് 2025-ൽ 30 വർഷം പൂർത്തിയാകും. നിതിൻ അഗർവാളിനും ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖരനും 2026 ജൂലൈ വരെ സർവീസുണ്ട്. തൊട്ടുപിന്നിലുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് 2030 വരെ സർവീസും മനോജ് എബ്രഹാമിന് 2031 വരെയും സർവീസുമുണ്ട്. MR അജിത് കുമാർ 2028-ൽ വിരമിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വേനൽ ചൂട് കടുത്തതോടെ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയെ തുടർന്ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ കുട്ടിക്ക് മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ പോലീസ് അടപ്പിച്ച മെഡിക്കൽ സ്റ്റോർ വീണ്ടും തുറക്കാൻ ശ്രമം. പഴയങ്ങാടി ഖദീജ മെഡിക്കൽസ് തുറക്കാനുള്ള ശ്രമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. കട തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. കർണാടകത്തിൽ സർക്കാർ പ്രവൃത്തികളുടെ ടെൻഡറുകളിൽ 4% മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്യും. ഇതിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി. നിലവിൽ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് സംവരണമുള്ളത്. ഇതിനൊപ്പമാണ് ഇനി മുസ്ലിം വിഭാഗത്തിനും സംവരണം നൽകുക. സർക്കാരിന്റെ തീരുമാനത്തോട് കടുത്ത എതിർപ്പുമായി BJP രംഗത്തെത്തി. സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിതെന്നാണ് BJPയുടെ വിമർശനം. ലോകത്തിന്റെ കാത്തിരിപ്പിന് വിരാമമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സുനിത വില്യംസും ബുച്ച് വിൽമോറും ബുധനാഴ്ച ഭൂമിയിൽ മടങ്ങിയെത്തും. ഇവരെ തിരിച്ചെത്തിക്കുകയെന്ന ലക്ഷ്യവുമായി സ്പേസ് എക്സ് ക്രൂ ടൺ പേടകം വിജയകരമായി വിക്ഷേപിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട് 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഇവർ മടങ്ങിയെത്തിയെന്ന വാർത്ത കേൾക്കാൻ നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് ലോകം. ഇവരെ തിരിച്ചെത്തിക്കുന്ന സ്പേസ് എക്സ് ക്രൂ ടൺ പേടകം വിജയപഥത്തിലെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ക്രൂ ടണ്ണുമായി ഫാൽക്കൺ 9 പറന്നുയർന്നു. പുതിയ 4 ബഹിരാകാശ സഞ്ചാരികളും പേടകത്തിലുണ്ട്. നാസയുടെ ആൻ മക്കിലിനും നിക്കോളാസ് അയേഴ്സും, ജപ്പാന്റെ ടക്കുവ ഒനീഷി, റഷ്യയുടെ കിറിൽ പെസ്കോവ് എന്നിവരും ഒപ്പമുണ്ട്. ഇവർ അടുത്ത 6 മാസക്കാലം ബഹിരാകാശ നിലയത്തിൽ തുടരും. പുതിയ സംഘത്തിന് ചുമതല കൈമാറിയ ശേഷമായിരിക്കും സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര. 2024 ജൂണിലാണ് സുനിതയും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ബോയിംഗ് സ്റ്റാർലൈനറിന്റെ ഹീലിയം ചോർച്ചയും സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതും ഇവരുടെ മടക്കയാത്ര പ്രതിസന്ധിയിലാക്കി. 9 മാസത്തിന് ശേഷം നിരവധി നേട്ടങ്ങളുമായാണ് ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്.
62 മണിക്കൂറും 9 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന റെക്കോർഡ് സൃഷ്ടിച്ചു സുനിത. 900 മണിക്കൂർ നീണ്ട ഗവേഷണം. ലെറ്റ്യൂസ് എന്ന വിത്തിനം വളർത്തി. ബഹിരാകാശത്ത് സസ്യങ്ങളുടെ വളർച്ചയിൽ ഈർപ്പത്തിന്റെ പ്രാധാന്യവും ബഹിരാകാശത്ത് സസ്യങ്ങളിൽ പോഷകങ്ങൾ എത്ര സമയം നിലനിൽക്കുമെന്നതിന്റെ പഠനവും നടത്തി. ബഹിരാകാശത്ത് 260 ദിവസത്തിലധികം ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുമ്പോൾ ആരോഗ്യ സംബന്ധമായ നിരവധി വെല്ലുവിളികളും ഇവർ നേരിടും. ഭൂമിയിലെത്തിയ ശേഷം ശാരീരികമായി പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിവരാൻ 3 മാസത്തിലധികം വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. IS നേതാവ് അബു ഖദീജ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ തലവനായിരുന്നു അബ്ദുള്ള മക്കി മുസ്ലെഹ് അൽ റിഫായി എന്ന അബു ഖദീജ. ഇറാഖ് അമേരിക്കൻ സംയുക്ത ഓപ്പറേഷനിലാണ് അബു ഖദീജ കൊല്ലപ്പെട്ടത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയാണ് എക്സിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഭീകരപ്രവർത്തനത്തിനെതിരായ വിജയമെന്നാണ് ഇറാഖ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടക്കുന്ന 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. IPL തുടങ്ങുന്നതിന് മുൻപാണ് ഈ പ്രഖ്യാപനം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ പരാജയം കാരണം 5ാം മത്സരത്തിൽ രോഹിതിന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിന് പിന്നാലെ രോഹിതിന് വീണ്ടും ക്യാപ്റ്റൻസി നൽകുകയാണ് BCCI. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും